ഞാൻ ചോദിക്കട്ടെ, വാർത്ത വന്ന എന്താ? ടാറ്റ ഈ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ടാറ്റയുടെ കമ്പനി വന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ചിത്രം വരെ പുറത്തു വിട്ടു. ഒരു കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. അവരുടെ ഒരു വെസൽ ബിൽഡിങ്ങിൻ്റെ കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. മലബാർ സിമൻസുമായി, കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. അവർ പോസിറ്റീവായ കമ്പനിയുടെ ആളുകൾ പ്രതികരിച്ചു. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ അവർ വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്, അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള പല പ്രശ്നങ്ങളും, അതായത് വ്യവസായ വകുപ്പിൽ തന്നെ 2 ഏജൻസികൾ തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ സംബന്ധിച്ച്. അതൊക്കെ ഞങ്ങൾ 24 മണിക്കൂറിനകം തീരുമാനമെടുത്തു. ഓഷ്യനേറിയം കൊച്ചിയിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ബാക്കി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലും അവരുടെ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്കണോമിക് മോഡലുകൾ എന്താണ് എന്ന് ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കണമോ, PPP മോഡൽ വേണമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല റെമിറ്റൻസ് ഇക്കോണമി ഇൻവെസ്റ്റേഴ്സ് ഇക്കോണമിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളികളായ പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് പെടുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മാരിടൈം പോളിസി തന്നെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നതിന് വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പോകുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആ വാർത്ത വന്നത്. കണ്ടു എന്നുള്ളതിൻ്റെ ഇത് വ്യവസായ മന്ത്രി തന്നെ ആ ചിത്രം തന്നെ പുറത്തുവിട്ട് ഇഷ്ടംപോലെ ആളുകൾ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ. പുതിയ പോളിസിയാണ് വന്നത്. പോർട്ട് സിറ്റിയുടെ ഏവിയേഷൻ ഹബിൻ്റെ MSME ആയിട്ട് ബന്ധപ്പെട്ടത്, സ്പേസ് ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടത് 4-5 പുതിയ വാതിലുകളാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൂടി കേരളത്തിൻ്റെ ഒരു ഭാവിയെ കരുതിയിട്ട് കൂടി നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടാവണം എന്ന് എൻ്റെ അഭ്യർത്ഥന, റിക്വസ്റ്റാണ്. ഇല്ല ഒന്നുമില്ല. അത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് ഈ ഘട്ടത്തിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട്